മെസ്സിയെ കേരളത്തിലെത്തിക്കാൻ നടന്നതിന്റെ മറവിലെ സാമ്പത്തിക തിരിമറി ആരോപണത്തിൽ സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. കരാർ നൽകിയതിൽ അടക്കം അടിമുടി ദുരൂഹത നിലനിൽക്കെയാണ് സർക്കാരിന്റെ നിർണായകമായ നീക്കം. മുൻ മന്ത്രി അബ്ദുറഹ്മാനെതിരെയും അന്വേഷണമുണ്ടാകും. കൂടുതൽ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ബി വിനോദാണ് നമ്മളുമായി ചേരുന്നത്. വിനോദ്, മെസ്സിയെ കേരളത്തിൽ എത്തിക്കാനുണ്ടായ നടപടി, അതിനെ തുടർന്നുള്ള നീക്കങ്ങൾ, ഇതിലുണ്ടായിട്ടുള്ള വിഷയങ്ങൾ, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ക്രമക്കേടുകൾ ഇപ്പോൾ തന്നെ പുറത്തു വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് തുടർ നടപടികൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സിറ, ഗുഡ് മോർണിംഗ്. ഇതിൽ മുഖ്യമന്ത്രിയാണ് ഇനി ഒരു നിർണായകമായ തീരുമാനമെടുക്കേണ്ടത്. അദ്ദേഹത്തിന് മുന്നിലാണ് ഈ ഫയൽ ഉള്ളത്. കായിക വകുപ്പ് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്കാണുള്ളത്. തീർച്ചയായും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വലിയ അന്വേഷണങ്ങൾ ഇതിലുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. വിജിലൻസിൻ്റെ അന്വേഷണം ഉണ്ടായേക്കും. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ EDയുടെ അന്വേഷണം ഉണ്ടാകും. കാരണം ഒരു വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക ഇടപാടുകളാണ് ഇതിൻ്റെ കേസ് നടക്കുന്നുവെന്ന് ഇതിൻ്റെ കരാറുകാരൻ അല്ലെങ്കിൽ റിപ്പോർട്ടർ TVയുടെ ഉടമ വ്യക്തമാക്കുന്നത്. വിദേശത്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ രേഖകൾ പുറത്ത് പറയാൻ പറ്റില്ല എന്നൊരു നിലപാടൊക്കെയാണ് അദ്ദേഹം സ്വീകരിച്ചത്. പക്ഷേ ഇതിൽ അന്വേഷണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഈ രേഖകളെല്ലാം തന്നെ അന്വേഷണ ഏജൻസിക്ക് മുന്നിലേക്ക് കൊണ്ടുവരേണ്ടി വരും. ഇതിൽ പലതും കൃത്രിമമായി ചമച്ചതാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഒരു വശത്ത് ഉയരുന്നുണ്ട്. മാത്രമല്ല, ഈ കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട് വലിയ ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ടായി. ഒരു ടെൻഡർ പോലും ഇല്ലാതെയാണ് ഇത്രയും വലിയൊരു പരിപാടിക്ക് വേണ്ടി കരാറുകാരനെ തിരഞ്ഞെടുത്തത്. മാത്രമല്ല, ആദ്യം ഗോൾഡ് മർച്ചൻ്റ് അസോസിയേഷനാണ് ഈ പരിപാടി നടത്താൻ വേണ്ടി ഇതിൻ്റെ സ്പോൺസേഴ്സായി എത്തിയത്. പിന്നീട് അവർ ഉപേക്ഷിച്ചപ്പോൾ തങ്ങൾ ഏറ്റെടുത്തു എന്നാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമ വ്യക്തമാക്കുന്നത്. പക്ഷേ അവരുടെ വരവ് തന്നെ ഈ ദുരൂഹമാണ്. ഒരുപക്ഷെ ഇങ്ങനെ രണ്ടാമത് ഇത് ഏറ്റെടുക്കുന്നതിന് വേണ്ടി ആദ്യം അങ്ങനെ ഒരു സ്പോൺസർ വന്നതാണോ എന്ന തരത്തിലുള്ള സംശയങ്ങളും ഒക്കെ തന്നെ ഉയരുന്നുണ്ട്. എങ്കിൽ തന്നെയും ഏത് തരത്തിലായാലും ഇങ്ങനെ ഒരു കരാറുകാരനെ കണ്ടെത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്പോൺസറെ കണ്ടെത്തുമ്പോൾ അതിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങളുണ്ട്. ഇത്രയും വലിയൊരു തുകയുടെ പദ്ധതിയാണ്. അതിൽ ഒരു മത്സരാധിഷ്ഠിതമായ കാര്യങ്ങൾ വരേണ്ടതുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ഉണ്ടായില്ല എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് ചില സംശയങ്ങൾ ഉയർന്നു വരുന്നത്. കഴിഞ്ഞ മന്ത്രിസഭയിലെ കായിക മന്ത്രിക്കെതിരെയും അബ്ദുറഹ്മാനെതിരെയും അന്വേഷണം ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഈ കായിക വകുപ്പിൻ്റെ അന്വേഷണത്തിൽ ഒട്ടനവധി ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിലാണ് ഇനി വിശദമായ അന്വേഷണം വരേണ്ടത്. സെറ, ശരി. ബി വിനോദാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വാർത്തയുടെ വിവരങ്ങൾ നമുക്ക് നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.